നമ്മൾ ഇന്നൊരു ഫിഷിങ്ങിന് വന്നതാണ് കേട്ടോ. നമ്മുടെ ആറ്റിൽ വെള്ളം കൂടിയിട്ട് കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിച്ചുകൊണ്ട് ഇടാമെങ്കിൽ നല്ല സൈസുള്ള കരിമീനെയും പരലിനെയും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ട് ഇട്ട് പരലിനെയും കരിമീനെയും ഒക്കെ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ഇത്രയും ചെറിയ തീരെ പൊടിയായിട്ടുള്ള ഹുക്കാണ് കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മൈദയും മഞ്ഞപ്പൊടിയും പെല്ലറ്റും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ കുളത്തിൽ തീറ്റയെല്ലാം സെറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചൂണ്ടയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അഖിലേട്ടന്റെ കഴിച്ചുകൊണ്ടൽ ഒരു കരിമീൻ കുഞ്ഞിനെ കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടുന്ന മീനെ കൊണ്ടുപോകാൻ വേണ്ടി അക്കൂരം കടയിൽ നിന്ന് വലിയൊരു കവറും കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മുടെ കരിമീൻ കുഞ്ഞിനെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അധികം താമസിക്കാതെ അടുത്തൊരു പരലിനെയും കൂടെ നമ്മുടെ അഖിലേട്ടന്റെ ചൂണ്ട കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത മീനെയും പിടിച്ചിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് തകർത്ത് മീനെ പിടിക്കുന്നുണ്ട്. നമ്മളിവിടെ അന്നദാനം നടത്തുന്നതല്ലാതെ നമുക്ക് മീനൊന്നും അടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി പുള്ളി അടുത്ത പരലിനെയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ചൂണ്ടയിൽ ഒരു പരലും കുഞ്ഞ് കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. വലിയ സൈസ് ഒന്നും ഇല്ലല്ലോ. അവനെ എടുത്ത് കവറിനകത്തിട്ട് നമ്മൾ വീണ്ടും കഴിച്ചുകൊണ്ടിടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് അഖിലേട്ടൻ പിന്നെ ഒരു പരലിനെ പിടിച്ചിട്ടുണ്ട്. മീനെ ഇട്ടേക്കുന്ന കവറിനകത്ത് വെള്ളം കോരി ഒഴിക്കാൻ നേരം നമ്മൾ കുപ്പി വെച്ച് വെള്ളം കോരിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കയ്യെ കയറി കടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ ഒരു കണ്ണട്ട. അങ്ങനെ കുറെ നേരം മീൻ കിട്ടാതെ നിന്നതിന്റെ വിഷമം ഇപ്പൊ അങ്ങ് മാറി കേട്ടോ. നമ്മുടെ ചൂണ്ടയിൽ ഒരു കരിമീൻ കുഞ്ഞ് കയറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരിമീൻ കുഞ്ഞിനെ എടുത്ത് കവറിനകത്ത് ഇട്ടിട്ട് നമ്മൾ വീണ്ടും കഴിച്ചുകൊണ്ടിടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു മഴ പെയ്തിട്ട് നമ്മുടെ ആകാശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് 2-3 മീനെയും കൂടെ കിട്ടിയായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ അടുത്ത പരലിനെയും കിട്ടിയിട്ടുണ്ട്. അവനെ എടുത്ത് കവറിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ കഴിച്ചുകൊണ്ടിട്ടപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ ഒരു നല്ല സൈസുള്ള ഒരു പരല് കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ മത്സരിച്ച് പരലിനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അഖിലേട്ടൻ പിന്നെ ഒരു പരലിനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ എടുത്ത് കവറിനകത്ത് ഇട്ടതിന് ശേഷം ഞാനും കഴിച്ചുകൊണ്ടിട്ട സമയത്ത് എന്റെ ചൂണ്ടയിൽ നല്ല സൈസുള്ള ഒരു പരല് കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം എന്റെ കൈപ്പത്തിയുടെ അത്ര തന്നെ വലിപ്പമുണ്ട് ഈ ഒരു പരലിന്. കുറെ നേരം മീൻ കിട്ടാതിരുന്നിട്ട് മീൻ കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് ചാകരയായിരുന്നു കേട്ടോ. നമുക്ക് അടുത്തൊരു കരിമീൻ കുഞ്ഞും കൂടെ കയറി നമ്മുടെ ചൂണ്ടയിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ കരിമീനെ കൊണ്ട് അക്വേറിയം കടയിൽ വിട്ടിട്ടുണ്ട്. കുറച്ച് പരലിനെ നമ്മുടെ റെട്ടൈൽ കാറ്റ് ഫിഷിനും അതുപോലെ ഷവൽ ന്യൂസിനും ഫീഡായിട്ടും കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പരലുകളെ നമ്മുടെ വീട്ടിലെ വാഹയ്ക്ക് ഫീഡായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കടി കിട്ടിയോണ്ട് ഹാൻഡ് ഫീഡ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് നമുക്ക് മാറി നിന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യം കൊടുത്ത പരലിനെ അവൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു പരലിനെ കൂടി ഇട്ട് കൊടുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത് കൊടുത്ത പരലിനെ അവൻ തിന്നിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള മീനുകളെ നമുക്ക് നാളെ കൊടുക്കാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.